വെൽക്കം ടു ന്യൂ വീഡിയോ. ജൂനിയർ ഇൻസ്ട്രക്ടർ ബിൽഡറിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉടൻ തുടങ്ങാം. അതിന് ഞാനൊരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സിലബസ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് ആദ്യം ഒരു ഓവർവ്യൂ. നമ്മുടെ സിലബസ് 10 മോഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 മോഡ്യൂളിലും ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് വെയിറ്റേജ് സിലബസ് അനുസരിച്ച് തന്നിട്ടുള്ളതാണെന്ന് കൊടുത്തിരിക്കുന്നത്. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസ് ആണ്. നമ്മൾ വെൽഡിങ്ങിന് ഉപയോഗിക്കാൻ വെൽഡിങ് പ്രോസസ്സ് ചെയ്യുമ്പം അതിനെ എയ്ഡ് ചെയ്യുന്ന ചില ഹാൻഡ് ടൂൾസ് അതേതൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ മോഡ്യൂൾ വരുന്നത്. അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്കാണ്. പിന്നീടുള്ളത് രണ്ടാമത്തെ മോഡ്യൂൾ ഗ്യാസ് കട്ടിങ് ഓപ്പറേഷനാണ്. ഇപ്പോൾ ഗ്യാസ് കട്ടിങ് ഓപ്പറേഷനിൽ പല ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിംസ് ഉപയോഗിക്കുന്നുണ്ട്. കട്ടിങ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് 2 മാർക്കാണ്. പിന്നെ ഗ്യാസ് വെൽഡിങ്, പല ടൈപ്പ് ഓഫ് ഗ്യാസ് വെൽഡിങ്സ് ഉണ്ട്. അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അതിലും കുറച്ചുകൂടി കൂടുതലാണ്. പ്രീവിയസ് 2 മോഡ്യൂളിലെ കമ്പയർ ചെയ്യുമ്പം 15 മാർക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് മോഡ്യൂൾ 4 ആണ് ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡിങ്ങിന് 20 മാർക്കാണ്. പിന്നെ വരുന്നത് 5th മോഡ്യൂൾ ആർക്ക് വെൽഡിങ്ങിനകത്ത് വരുന്നൊരു സബ് ക്ലാസിഫിക്കേഷനാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ GMAW എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് 15 മാർക്കാണ്. അപ്പം മോഡ്യൂൾ 6 എന്ന് പറയുന്നത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്. അതും ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ മാർക്ക് വരുന്നത് 20 എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിങ് ആസ് എ ഹോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 20, 40, 15, 55 മാർക്ക് ആർക്ക് വെൽഡിങ്ങിന് തന്നെയുണ്ട്. പിന്നെ വരുന്നത് മോഡ്യൂൾ 7 ആണ്. മോഡ്യൂൾ 7ൽ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്, തെർമിറ്റ് വെൽഡിങ്, ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെൽഡിങ്, അല്ലെങ്കിൽ ലേസർ ബീം വെൽഡിങ്, ഇലക്ട്രോൺ ബീം വെൽഡിങ്, ഇങ്ങനെയുള്ള വെൽഡിംഗ് പ്രോസസ്സുകളാണ് 7th മോഡ്യൂളിൽ പഠിപ്പിക്കുന്നത്. അവിടെ ആ 7th മോഡ്യൂളിൽ 15 മാർക്സിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ അടുത്ത മോഡ്യൂൾ 8 എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, ഏതൊക്കെ ടെസ്റ്റിംഗ് മെത്തേഡുണ്ട്, ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിങ്ങിന് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിന് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. പിന്നെ ഉള്ളത് മോഡ്യൂൾ 9 ആണ് പ്ലാസ്മ കട്ടിങ്. എന്താണ് പ്ലാസ്മ കട്ടിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ 2 മാർക്ക്. പിന്നെ ലാസ്റ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് 3 മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ സിലബസ് അനുസരിച്ച് PSC പബ്ലിഷ് ചെയ്ത സിലബസ് അനുസരിച്ചുള്ള മോഡ്യൂൾ വൈസ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഈ മാർക്കിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് എന്ന് നടത്തണം എന്നുള്ളതും ഒരു ഐഡിയ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൂടാതെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പല ഫുൾ ലെങ്ത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഈ ചാനലിൽ ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്, അതുപോലെ മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റും ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യം നമ്മൾ എന്താണ് സ്റ്റഡി പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർക്കോ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം, ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് ആദ്യം തന്നെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതിന് അനുസരിച്ച് സ്റ്റഡി ചെയ്ത് തുടങ്ങുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്? സ്റ്റഡി പ്ലാൻ നമ്മൾ 50 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഒക്ടോബർ 1 സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 54 ദിവസം നമുക്ക് പഠിക്കാൻ കിട്ടും. പക്ഷേ ഒരു സേഫ് സൈഡിന് 50 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 10 മോഡ്യൂൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇത് ഫസ്റ്റ് മോഡ്യൂള് ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന മോഡ്യൂള് നമ്മൾ 3 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് ഹാൻഡ് ടൂൾസ് പഠിക്കുന്നുണ്ട്. സ്റ്റീൽ റൂൾ പഠിക്കുന്നുണ്ട്, സ്ക്രൈബർ എന്ന് പഠിക്കുന്നുണ്ട്, പഞ്ച് പഠിക്കുന്നുണ്ട്, ഹാമർ പഠിക്കുന്നുണ്ട്, വൈസസ് പഠിക്കുന്നുണ്ട്, ചിസല്, ക്ലാംസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലാംസ് ഉണ്ട്, ഹാക്സോയുടെ മെറ്റീരിയൽ എന്താണ്, അങ്ങനെ അതിൻ്റെ നോമൻക്ലേച്ചേഴ്സ് എന്താണ്, പിന്നെ ഫയൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്, ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ്, ഇതൊക്കെയാണ് സെർട്ടൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ മോഡ്യൂളിൽ നിന്ന് വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് 3 ദിവസമാണ്. അപ്പം Day 1 to Day 3 നിങ്ങൾ ഹാൻഡ് ടൂൾ പഠിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പോരായ്മയുണ്ട്, ഏതൊക്കെ ടോപ്പിലൊക്കെയാണ് നിങ്ങൾക്ക് പോരായ്മ എന്ന് മനസ്സിലായി. അത് നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻറ്റഡ് നോട്ട്സോ ഉണ്ടെങ്കിൽ ആ നോട്ട്സ് നോക്കിയിട്ട് അതൊന്ന് റെഫർ ചെയ്ത് ക്ലിയർ ചെയ്യുക.
പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുവാണ്. അടുത്ത മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് കട്ടിംഗ് ആണ്. അവിടെ നമ്മൾ എന്താണ് കട്ടിംഗ് പ്രിൻസിപ്പിൾ, എന്തൊക്കെയാണ് ഗ്യാസ് ടെമ്പറേച്ചർ, ഗ്യാസ് കട്ടിംഗ് ടെമ്പറേച്ചർ, അതിൻ്റെ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരിക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രിൻസിപ്പിൾസൊക്കെയാണ് അടുത്ത മോഡ്യൂളിൽ പഠിക്കുക. അപ്പോൾ അതിനും നമ്മൾ 3 ദിവസമാണ് കൊടുക്കുന്നത്. Day 5 to Day 7 നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ Day 5 to Day 7 നമ്മൾ മൊഡ്യൂൾ 2 കൊടുക്കുക. Day 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ Day 8 നമ്മൾ അടുത്ത പാർട്ട് കിടക്കുന്നു. അവിടെ നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നു. Day 8 നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് നടത്തുന്നു, അതിനൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി. വൺസ് പ്രാക്ടീസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാം വീക്ക് സൈഡ് എവിടെയാണ്, വീക്കർ പാർട്ട് എവിടെയാണ്. അപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യും, 9ാമത്തെ ദിവസം തൊട്ട് അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 9ാമത്തെ ദിവസം തൊട്ട് നമ്മൾ അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഗ്യാസ് വെൽഡിങ്. നമ്മൾ പ്രീവിയസ് എടുത്ത 2 മോഡ്യൂളിനകത്ത് വെയിറ്റേജ് 3 മാർക്കും 2 മാർക്കും ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമേ കൊടുത്തിട്ടുള്ളൂ, 3 ദിവസം കൊടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം നമുക്കൊരു 5 ദിവസം വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൂടുതലെടുത്ത് നമുക്ക് വിത്തിൻ 50 ഡേയ്സ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് എല്ലാം നേരത്തെ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നിങ്ങളിത് പഠിക്കുക. 9 to 13 ഡേയ്സിൽ നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുക. 14ാമത്തെ ദിവസം മോക്ക് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ഈ 14 ദിവസം കൊണ്ട് നമ്മൾ ആദ്യത്തെ 3 മോഡ്യൂൾ അങ്ങ് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മോഡ്യൂളിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 15ാമത്തെ ദിവസം തൊട്ട് അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4ാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ആർക്ക് വെൽഡിംഗ് ആണ്. ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിഫക്ട്സ് വരിക, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഇനി ഏതൊക്കെ പൊളാരിറ്റി ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുക. ആർക്ക് വെൽഡിങ്ങിന് എന്തൊക്കെ പ്രോസസ്സ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസിനാണ് അത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്നു. അതിനും നമ്മൾ 5 ദിവസം കൊടുക്കുന്നു. 20 മാർക്കുള്ളതായതുകൊണ്ട് Day 15 to Day 20. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ 21ാമത്തെ ദിവസം മോക്ക് ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ പഴയ മോഡ്യൂളിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുക. എന്താണ് ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് റിവൈസ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് 5th മോഡ്യൂളിലേക്ക് നടക്കുന്നു. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ GMAW. അതൊരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇക്വിപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനകത്ത് ഷീൽഡിങ് ഗ്യാസ് ഏതാണ്, ആ ഷീൽഡിങ് ഗ്യാസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് വരുന്ന വെൽഡിങ് ഡിഫക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് പറയുമ്പോൾ തന്നെ പല ടൈപ്പ് മെറ്റൽസിന് പല ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആയിരിക്കും. തിക്നെസ്സിനനുസരിച്ച് വ്യത്യാസം പ്രോപ്പർട്ടീസിനുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കുന്നതിന് 15 മാർക്സാണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ഒരു 5 ദിവസം കൊടുക്കും. 22ാം തീയതി തൊട്ട് 26, 22nd to 26, Day 22nd to 26 നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് കൊടുക്കും. അത് കഴിഞ്ഞ് 6th ഡേ നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് Day 27 നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. മോക്ക് ടെസ്റ്റ് നടത്തി അതൊന്ന് പഠിച്ചു കഴിഞ്ഞ് അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുന്നു. Day 28 തൊട്ട് 32 വരെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മോഡ്യൂൾ 6 എന്ന് പറയുന്നത് ഗ്യാസ് ടങ്ഷൻ ആർക്ക് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ്. അതും എന്താണ്, ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അവിടെ ഇൻ ഡീറ്റെയിൽ കറസ്പോണ്ടിങ് എന്താണ് ടങ്ഷൻ ആർക്ക് വെൽഡിങ്, അതായത് നമ്മൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന ടങ്സ്റ്റനാണ്, നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിനകത്ത് വേരിയേഷൻ വരുന്നത്, ആർക്ക് ഫോം ചെയ്യുന്നതിന് എന്താണ്, എന്തൊക്കെ ഡിഫക്ട്സ് വരും, ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മോഡ്യൂൾ 4 മോഡ്യൂൾ 5 മോഡ്യൂൾ 6 കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഓവറോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് കാണാം ആർക്ക് വെൽഡിങ് ആസ് എ ഹോളാണ്. ആർക്ക് വെൽഡിങ് അതിൻ്റെ സ്പെസിഫിക് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതിൻ്റെ അടുത്ത സ്പെസിഫിക് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് പ്രോസസ്സാണ്. ടോട്ടൽ നമുക്ക് 55 മാർക്കാണ് ആർക്ക് വെൽഡിങ് പ്രോസസ്സിൽ തന്നെ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അത് നമ്മൾ എക്സ്ക്ലൂസീവ് Day 15 തൊട്ട് 32 ദിവസം വരെ ഏകദേശം ഒരു 16 ദിവസത്തോളം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ്, അപ്പോൾ ഏകദേശം ഒരു 18 ദിവസത്തോളം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ 5 ദിവസം ഓരോ മോഡ്യൂളും പഠിക്കാനും ഓരോ ദിവസം നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് നടത്താനും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് സ്പെഷ്യൽ പ്രോസസ്സസുകളാണ്. അത് മോഡ്യൂൾ 7 എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രോസസ്സ്. അത് സബ്മേർജ് ആർക്ക് വെൽഡിംഗ് ആകാം, തെർമിറ്റ് വെൽഡിംഗ് ആകാം, ഫ്രിക്ഷൻ വെൽഡിംഗ് ആകാം, ലേസർ ബീം വെൽഡിംഗ് ആകാം, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആകാം, റെസിസ്റ്റൻസ് വെൽഡിംഗ്, അങ്ങനെ ഏത് പ്രോസസ്സ് വേണമെങ്കിലും ആകാം. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഓരോന്നും ചോദിക്കാം.
ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മറ്റേ മോഡ്യൂൾസിൻ്റെ പോലെ തന്നെ 34 തൊട്ട് 38 നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നു. 39th ഡേ നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നു. ഇത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കുകൾ ഇപ്പോൾ ഏകദേശം ഒരു മാർക്ക് വെയിറ്റേജ് മജോറിറ്റിയും തീർന്നു. അതുകൊണ്ട് ഇനി വരുന്ന മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 8, 9, 10 എന്ന് പറയുന്നത് മാർക്ക് വെയിറ്റേജ് കുറവായതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നത് പരമാവധി കുറയ്ക്കുന്നു. പരമാവധി ഡേയ്സ് മൊഡ്യൂൾ 3 തൊട്ട് 7 വരെ എടുക്കുന്നു, അത് ക്ലിയർ ആക്കുന്നു. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 8 എടുക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. അത് ഏത് വെൽഡിംഗ് പ്രോസസ്സിലും വരാം. അപ്പോൾ വെൽഡിംഗ് പ്രോസസ്സിൽ ഡിസ്ട്രക്റ്റീവ് ആണ് നോൺ ഡിസ്ട്രക്റ്റീവ് ഏതാണെന്ന് മനസ്സിലാക്കി അത് വെൽഡിംഗ് പ്രോസസ്സിൽ എവിടേക്ക് ഉപയോഗിക്കുന്നു, പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, വെൽഡിംഗ് കോഡ്സ് ഒക്കെ എന്തൊക്കെയാണ്, ഇത് ജനറലൈസ്ഡ് എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലും ആക്റ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിങ്ങിന് നമ്മൾ എടുക്കുന്നത് ഡേ 40 തൊട്ട് 42 വരെ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് 43rd ഡേയിൽ നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് മോഡ്യൂൾ 9 ആണ്. അവിടെ നമ്മൾ പ്ലാസ്മ കട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച ടോപ്പിക്കിലും കുറച്ചുകൂടെ മാറിയിട്ട് പ്ലാസ്മ കട്ടിങ്ങാണ് പഠിക്കുന്നത്. അവിടെ നമ്മുടെ കട്ടിങ് പ്രോസസ്സ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അതിനകത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണ്, ഏത് ടെമ്പറേച്ചർ റേഞ്ചിൽ അത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെ പ്രോസസ്സ് പാരാമീറ്റേഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 9th മോഡ്യൂളിൽ പഠിക്കുന്നത്. അതിന് 2 മാർക്കേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിന് വേണ്ടി ഡേ 44ഉം ഡേ 45ഉം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുക 46th ഡേ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഡേ തൊട്ട് നമ്മൾ അടുത്ത മോഡ്യൂൾ, അവസാനത്തെ മോഡ്യൂൾ പഠിക്കുന്നു റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. അപ്പം പല ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ് പ്രോസസ്സുണ്ട്. ഹാർഡ് ഫേസിങ്, അത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒരു ടൈപ്പാണ്. പിന്നെ സർഫസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. പിന്നെ ചില മെറ്റീരിയൽസിന് പ്രീ ഹീറ്റിങ് ചെയ്തിട്ട് ഇത് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചിലതിന് പോസ്റ്റ് ഹീറ്റിംഗ് വേണം, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, അത് വെൽഡ് എഫിഷ്യൻസി ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ഹീറ്റിംഗ് കൊടുക്കുന്നു. അത് ഏതൊക്കെ മെറ്റീരിയലാണ്, എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, അത് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഡ്യൂൾ 10 അപ്പോൾ അതിന് നമ്മൾ ഡേ 47ഉം 48ഉം എടുക്കുന്നു. അതിനുശേഷം 49th ഡേ നമ്മൾ ഈ മോഡ്യൂളിൻ്റെ മോക്ക് ടെസ്റ്റ് നടത്തുന്നു. അപ്പം 49 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം പോർഷൻ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ചെയ്തു. അതിനൊരു മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവസാന ദിവസം 50th ഡേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ലൈവ് ലിങ്ക് അവൈലബിൾ ആയിരിക്കും, ഒരു ഇതിൽ അനൗൺസ്മെൻ്റ് ആയിട്ട് വിടും. അപ്പോൾ അതിൽ ആ ദിവസം നിങ്ങളിതിൽ കയറി ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ടൈം ലിമിറ്റ് വെച്ചിട്ട് എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് പരീക്ഷ എഴുതണം എന്നുള്ളൊരു ഓവർവ്യൂ വീഡിയോ ഇടും. അത് കഴിഞ്ഞ് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യും, ലൈവ് വീഡിയോയിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അത് പ്ലാൻ ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. അത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ തന്നെ ഒരു OMR ഷീറ്റ് പ്രിൻ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. OMR ഷീറ്റ് പ്രിൻ്റ് എടുത്തിട്ട് ബബിൾ ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഏതാണ് ABCD ആണോ ഏതാ നമ്പർ എന്നുള്ളത് മാർക്ക് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് അറ്റ് ദി എൻഡ് നമ്മൾ ഇതിൻ്റെ ഉത്തരം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ വഴി നമുക്ക് എന്താണ് ഈ പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഫ്രീ ആയിട്ട്. വേറെ ബാക്കി കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ കോഴ്സ് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ വഴി നിങ്ങൾക്ക് മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകൾ നടത്തും. അതുകൂടാതെ ഫുൾ ലെങ്ത്ത് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റും നടത്തുന്നതാണ്. അപ്പം ഞാൻ ഈ ചാനൽ വഴി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ എയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ്സ് ഇപ്പം ഈ ചാനലിൻ്റെ പേര് തന്നെ കേരള PSC ടെക്നിക്കൽ ഗൈഡൻസ് അറിയാം. പുതിയതായിട്ട് ചാനലിൽ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓഫറിങ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു MCQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്സ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. ഈ ചാനലിൽ വന്ന് നോക്കിയിട്ട് ഒരു ഷോർട്സ് കാണാം. ആ ഷോർട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഉത്തരം ക്വസ്റ്റ്യനും മാത്രമല്ല തരുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ ചാനലിൽ ഈ ഷോർട്ട് വീഡിയോസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ഡേറ്റാസ് അതിൻ്റെ ഇൻ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് വണ്ടി ഇരുന്ന് പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ സമയമില്ലാത്തവർ, ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർ, ഒരു ഗവൺമെൻറ് സർവീസ് ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊന്നും പഠിക്കാൻ നേരം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷോർട്സ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, 50 ദിവസം എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഒക്ടോബർ 1-ാം തീയതിയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1-ാം തീയതി തൊട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മോക്ക് ടെസ്റ്റുകൾ എപ്പോഴാണ് വരുന്നതെന്നൊരു ഹൈലൈറ്റ് തരാം. ആ ദിവസങ്ങളിൽ നമ്മൾ മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കി അത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുകൂടാതെ അറ്റ് ദ എൻഡ് 100 മാർക്കിൻ്റെ 90 മിനിറ്റിൻ്റെ ലൈവ് മോക്ക് ടെസ്റ്റ് നടത്തുന്നതാണ് 50-ാമത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ പറയാം. എങ്ങനെയായിരിക്കും ചാനലിൽ ഈ പറയുന്ന ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി പ്രാക്ടിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഷെയർഡ് ആണ്. പരീക്ഷ തീരുന്ന വരെ ഷെയർ ചെയ്യുന്നതാണ്. നമ്മളത് സെപ്റ്റംബർ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയും MCQ ഇപ്പോൾ തന്നെ ചാനലിൽ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി തൊട്ട് നമ്മൾ ഡെയിലി MCQs ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക, പഠിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അത് മോക്ക് ടെസ്റ്റുകൾ എന്നൊക്കെ വരുന്നു എന്നുള്ളതൊരു ഹൈലൈറ്റാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റുകൾ ആസ് പെർ 50 ഡേയ്സ് പ്ലാൻ ഞാൻ പറഞ്ഞത് ഒക്ടോബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നവംബർ 20-ാം തീയതി തീരുന്നവരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എക്സാം നവംബർ 25 നമ്മളൊരു ബഫർ സൈഡിൽ നവംബർ 20-ന് എല്ലാ പ്രിപ്പറേഷനും കഴിയുന്ന രീതിയിൽ നമ്മളിപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ മിസ്സായാലും നമ്മൾ ആ സമയത്ത് തീരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുവാണ്. ഇപ്പോൾ ഒക്ടോബർ 1-ാം തീയതി നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമുക്ക് മോക്ക് ടെസ്റ്റ് ആദ്യത്തെ മോഡ്യൂളിൻ്റെ മോക്ക് ടെസ്റ്റ് വരുന്നത് 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒക്ടോബർ 4-ന് മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് മോഡ്യൂളുള്ളത് ഒക്ടോബർ 8-ന് ഉണ്ടാവും. പിന്നെ മോഡ്യൂൾ 3-യുടെ മോക്ക് ടെസ്റ്റ് ഒക്ടോബർ 14-ന് ഉണ്ടാവും. പിന്നെ മോഡ്യൂൾ 4-ൻ്റെ മോക്ക് ടെസ്റ്റ് 21-ാം തീയതി ഉണ്ടാവും. മോഡ്യൂൾ 5-ൻ്റെ മോക്ക് ടെസ്റ്റ് 27-ാം തീയതി ഉണ്ടാവും. മോഡ്യൂൾ 6-ൻ്റെ മോക്ക് ടെസ്റ്റ് 2-ാം തീയതി ഉണ്ടാവും. മോഡ്യൂൾ 7-ൻ്റെ മോക്ക് ടെസ്റ്റ് 8-ാം തീയതി ഉണ്ടാവും. മോഡ്യൂൾ 8-ൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് 12-ാം തീയതി നവംബർ 12-ാം തീയതി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് മോഡ്യൂൾ 9-ൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നവംബർ 15-ാം തീയതി ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് മോഡ്യൂൾ 10-ൻ്റെ മോക്ക് ടെസ്റ്റ് 19-ാം തീയതി ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് നവംബർ 20-ാം തീയതി നമ്മൾ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് 100 മാർക്കിനുള്ള ഒരു മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഈ ചാനൽ വഴി. അതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് കാണാം. ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് കാണിക്കില്ല. നമുക്ക് എത്ര ടൈം ഒരു ക്വസ്റ്റ്യന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ തരും. ആ പ്ലാൻ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു OMR ഷീറ്റിൻ്റെ പ്രിൻ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനലിൽ അത് ലിങ്കായിട്ട് ഷെയർ ചെയ്യാം. അത് പ്രിൻ്റ് എടുത്തിട്ട് പരീക്ഷയ്ക്ക് ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അതിരുന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ പരീക്ഷയ്ക്ക് അതിൻ്റെ ആൻസർ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്ന പല ഓഫറിങ്സ്. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന് നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഗൈഡായിട്ട് ഇതിനെ കരുതിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു ഓൾ.